നമസ്തേ. മറിയത്തിൻ്റെ ചുവപ്പ് കുപ്പായത്തിലെ 3 നക്ഷത്ര ചിഹ്നങ്ങളാണ് ഇനി തെളിച്ചെടുക്കാനുള്ളത്. അവളുടെ നിത്യകന്യകാത്വത്തിൻ്റെ അടയാളമായിട്ടാണ് ഇത് ആലേഖനം ചെയ്യുന്നത്. എക്കാലവും വിവാദമുയർത്തിയ വിഷയമാണ് മറിയത്തിൻ്റെ കന്യകാത്വം. ആദ്യകാലങ്ങളിൽ ജൂതന്മാരാണ് അവളെ അധിക്ഷേപിക്കുന്നതിൽ മുന്നിട്ട് നിന്നത്. ഗത്സമേനയിലേക്ക് സംസ്കരിക്കുവാനെടുത്ത അവളുടെ മൃതശരീരത്തെ അനാദരിക്കാൻ ഒരുമ്പെട്ട ജൂത പുരോഹിതൻ അദോണിയോസിൻ്റെ ചരിത്രത്തിൽ അത് തുടങ്ങുന്നു. പിൽക്കാലത്ത് പഴയ നിയമത്തിൻ്റെ പുതിയ ഗ്രീക്ക് പരിഭാഷ ചെയ്തവർ നൽകിയ ഒരു തിരുത്തു നോക്കുക. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന യേശായ പ്രവചനവാക്യത്തിലെ അലാമ എന്ന ഹീബ്രു പദത്തിന് കന്യക എന്ന അർത്ഥത്തിന് പകരം യുവതി എന്നാണവർ പാഠഭേദം നൽകിയത്. പിന്നീട് 4-ാം നൂറ്റാണ്ടിൽ ഹെൽവിദിയൂസ് മറിയത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള സംശയവുമായി എത്തുന്നു. യേശുവിൻ്റെ ജനനാനന്തരം മറിയത്തിന് മറ്റു മക്കളുണ്ട് എന്നാണ് അയാളുടെ വാദം. എന്നാൽ ഏതാണ്ട് ആ കാലത്ത് തന്നെ സൈപ്രസിലെ എപ്പിഫാനിയോസിൻ്റെ എഴുത്തുകളിൽ യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണമുണ്ട്. മറിയത്തിൻ്റെ സഹോദരിയും ക്ലിയോപ്പാവിൻ്റെ ഭാര്യയുമായിരുന്ന മേരിയുടെ മക്കളും യേശുവിൻ്റെ സഹോദരങ്ങളായി അറിയപ്പെട്ടു. ശരിക്കും ആയമ്മയ്ക്ക് മറ്റ് മക്കളുണ്ടെങ്കിൽ പിന്നെന്തിന് പ്രിയ ശിഷ്യൻ യോഹന്നാനെ കൂട്ടേൽപ്പിക്കണം എന്നിങ്ങനെ തർക്കവിതർക്കങ്ങൾ അക്കാലം മുതൽക്കേ ഉണ്ട്. പിന്നെ 5-ാം നൂറ്റാണ്ടിൽ ദൈവമാതാവല്ല ക്രിസ്തുമാതാവെന്ന നെസ്തോറിയൻ വാദവും സഭാചരിത്രത്തിലുണ്ട്. ആദിമ സഭാ പാരമ്പര്യം മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തെ ഉറപ്പിച്ചു പോന്നതായി ഐക്കണുകൾ വിശദീകരിക്കുന്നു. 3 stars representing her threefold inviolate virginity before, during and after the birth of Christ. ലയോൺസിലെ ഐറേനിയസ് 2-ാം നൂറ്റാണ്ടിൽ വിശേഷിപ്പിക്കുന്ന പോലെ അൺവർക്ക്ഡ് ആൻഡ് വിർജിൻ എർത്തിൽ നിന്ന് ആദമിനെ ദൈവം മെനഞ്ഞതുപോലെ കന്യകയുടെ ഗർഭത്തിൽ നിന്ന് 2-ാം ആദാമായ ക്രിസ്തു ഉരുവായിത്തീർന്നു. അതുതന്നെയാണിവിടെ വരച്ചുറപ്പിക്കുന്നത്. ആദരവോടെ സക്കേർ.